ആലുവ തോട്ടക്കാട്ടുകരയിൽ 25 കിലോ കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ. ബംഗാൾ സ്വദേശികളായ 3 പേരും മലയാളിയായ ഓട്ടോ ഡ്രൈവറുമാണ് പിടിയിലായത്. വിവരങ്ങളുമായി അമൽ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. അമൽ, വിശദാംശങ്ങൾ. മനു, ഇന്ന് മാത്രം എറണാകുളം ജില്ലയിൽ 2 ഇടങ്ങളിലായാണ് കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. ഏറ്റവും ആദ്യത്തേത് ആലുവ തോട്ടുകാട്ടുകരയിലാണ്. 25 കിലോ കഞ്ചാവുമായി 5 പേരാണ് നിലവിൽ പിടിയിലായിരിക്കുന്നത്. അതിൽ 4 പേർ ബംഗാൾ സ്വദേശികളാണ്. ഒപ്പം തന്നെ ഒരാൾ മലയാളിയായിട്ടുള്ള ഓട്ടോ ഡ്രൈവറാണ് എന്നുമാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇവർ ഒഡീഷയിൽ നിന്നുമാണ് ഈ കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിക്കുന്നത്. ഇത്തരത്തിൽ ഒഡീഷയിൽ നിന്നും എത്തിക്കുന്ന കഞ്ചാവ് ഏകദേശം 10 ഇരട്ടി വിലയ്ക്കാണ് എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി ഇവർ വിതരണം ചെയ്യുന്നത്. അതിൽ നിലവിൽ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് സുജൻ മണ്ഡൽ, മഫീഖുൽ മണ്ഡൽ, ഒപ്പം തന്നെ ഇനാഫുൽ മണ്ഡൽ, ആസാദ് എന്നീ ഒഡീഷ സ്വദേശികളും ഒപ്പം തന്നെ എറണാകുളം ജില്ലയിലുള്ള ഒരു ഓട്ടോ ഡ്രൈവറുമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവരുടെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ കഞ്ചാവ് വിതരണം ചെയ്തിട്ടുണ്ട് എന്നാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പരിശോധനകൾ നടന്നിരുന്നു. വാഹനങ്ങളിൽ അടക്കം പരിശോധന നടന്നിരുന്നു. അതോടുകൂടിയാണ് ഇന്ന് പുലർച്ചയോടുകൂടി ഇത്തരത്തിൽ ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന കഞ്ചാവ് പിടികൂടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. സമാനമായ രീതിയിൽ കോതമംഗലത്തും കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്. ഏകദേശം 1 കിലോഗ്രാമിന് മുകളിൽ കഞ്ചാവാണ് കോതമംഗലം ഭാഗത്ത് പിടികൂടിയത്. ദിൽദർ ഹുസൈൻ എന്ന വ്യക്തിയിൽ നിന്നുമാണ് ഇത്തരത്തിൽ കഞ്ചാവ് പിടികൂടിയത്. ഇയാൾ ആസാമിൽ നിന്നും കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിച്ച് വിതരണം ചെയ്യുകയായിരുന്നു. പ്രത്യേകിച്ച് അന്യസംസ്ഥാന തൊഴിലാളികൾ വഴിയാണ് ഇത്തരത്തിൽ ഈ കഞ്ചാവ് എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങൾ വിതരണം ചെയ്തത് എന്നാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്. ഇത്തരത്തിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ കഞ്ചാവ് വലിയ രീതിയിൽ വിതരണം ചെയ്യുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനകളൊക്കെ തന്നെ ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വാഹനങ്ങൾ കേന്ദ്രീകരിച്ചാണ് അർദ്ധരാത്രിയിലൊക്കെ പരിശോധന നടക്കുന്നത്. ഒപ്പം തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചു, ഇവർ കൂട്ടമായി താമസിക്കുന്ന ഏരിയകൾ കേന്ദ്രീകരിച്ച് നിലവിൽ ഇപ്പോൾ പരിശോധനകൾ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നു മാത്രം 2 ഇടങ്ങളിൽ നിന്നും ഇത്തരത്തിൽ വലിയ തോതിൽ കഞ്ചാവ് പിടികൂടാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. മനു, അമൽ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.